വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട്. Recruitment of Junior Associate, Customer Support and Sales. Advertisement number CRPD CR 2024/2025/24. Online registration of application and payment of fees 17/2/2024 മുതൽ 7/1/2025 വരെയാണ്. Applications are invited for eligible Indian citizens for appointment as Junior Associate Customer Support and Sales in Clerical Cadre in State Bank of India. Candidates can apply for vacancies in one state or one union territory only. Candidate can appear for the test only once under the recruitment project. The candidates applying for vacancies for a particular state should be proficient in reading, writing, speaking, and understanding in the specified opted local language of that state or union territory. Test knowledge of specified opted local language will be conducted as part of the selection process. It will be conducted after qualifying the online main examination but before joining the bank. Candidate who have failed to qualify this test will not be offered appointment. ഇതിൽ 2 എക്സാം ഉണ്ട്. ഒന്ന് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാം. മെയിൻ എക്സാമിന് ശേഷം നമ്മൾ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജിലുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. കാൻഡിഡേറ്റ് who produce 10th or 12th standard mark sheet or certificate evidencing having studied the specified opted local language will be required to undergo the language test. There is no provision for inter-circle transfer or interstate transfer for junior associate to be recruited. Preliminary examination കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി മാസം 2025 മെയിൻ എക്സാം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 2025 കാൻഡിഡേറ്റ്സ് എല്ലാവരും SBIയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. എക്സാമിനേഷൻ ഡേറ്റിൻ്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസൊക്കെ ആയിട്ട്. വേക്കൻസീസ് ഓരോ സർക്കിള് സ്റ്റേറ്റ് ഏതാണെന്നും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്ന റെഗുലർ വേക്കൻസീസും രണ്ടാമത് ബാക്ക്ലോഗ് വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരം സർക്കിളിന് അണ്ടറിലാണ്. കേരളത്തിൽ 426 വേക്കൻസി ഉണ്ട് ടോട്ടൽ. ബാക്ക്ലോഗ് വേക്കൻസി അതിനിപ്പുറം കൊടുത്തിട്ടുണ്ട്. റിസർവേഷൻ ഉണ്ട്. OBC SC EWS റിസർവേഷൻസും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
OBCക്കാർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. EWS ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. നോട്ട് ബിലോ 20 years ആൻഡ് നോട്ട് അബോവ് 28 years. അസോൺ 1/4/2024. 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. രണ്ട് 4/1996 1/4/2004 മുമ്പ് ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിലാക്സേഷൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. SC/STക്ക് 5 വർഷം, OBC 3 വർഷം, PWD WBD ജനറൽ EWS റിട്ടേൺ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. എത്ര വർഷമായി ഇളവുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. Essential academic qualifications: graduation in any discipline from a recognized university or any equivalent qualification recognized as such as by the government. Candidate integrated dual degree certificate should be ensured that the date of passing the IDD is on or before 31/12/2024. Those who are in the final year or semester of their graduation may also apply provisionally, subject to the condition that if provisionally selected, they will have to produce proof of having passed graduation examination on or before 31/12/2024. 31/12/2024 മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
Preliminary examination tentatively scheduled in February 2025. Tentative list of centers are provided. Pay scale 27,050 സ്റ്റാർട്ടിംഗ് ആണ്. പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ബേസിക് പേ ഓഫ് 26,730. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് വിൽ അറേഞ്ച് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ SC/ST, OBC, എക്സ് സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്. Call letters for examination. Preliminary examination. Acquaint yourself booklet and but registration number and password, date of birth from bank's website tentatively from 10 days before exam date. Okay. Main examination. Qualified for main examination would would be able to download their call letter from bank website following instructions available in the screen. Tentatively from 10 days before exam. At the time of main exam, candidate must bring duly authenticated primary exam call letter, authenticated copy of ID proof, makes a call letter for at the time of main exam. These documents along with the other requisite document need to submit during main exam. ബാങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റിന് ഫീസ് ഇല്ല. ജനറൽ, OBC, EWS 750 രൂപയാണ് ഫീസ് വരുന്നത്. Tentative list of preliminary examination and main examination center. എക്സാം സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സാം സെൻറ്റർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കൊച്ചി, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും ജില്ലകൾ എക്സാം സെൻറ്റർ ആയിരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ ഇതൊക്കെ നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ലോഗിൻ https bank.sbi/web careers കറണ്ട് ഓപ്പണിങ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നതാണ്. ഡൗൺലോഡ് അഡ്വർടൈസ്മെൻറ്റ്, റീഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്, എന്നിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.
The selection process will consist of one online test, preliminary and a main exam. Test of specified opted local language test. Preliminary examination, online examination consisting of an objective test of 100 mark will be conducted online. The test would be 1 hour. Duration consists of 3 sections as follows: English language, numerical ability, reasoning ability. Total mark 100. Duration 1 hour ആയിരിക്കും. അതുപോലെ ഇതിൽ റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കുണ്ട്. 4 1/4 മാർക്ക് ഓരോ റോങ് ആൻസറിനും 4 മാർക്ക് വീതം ടോട്ടൽ മാർക്കിൽ നിന്ന് കുറവ് ചെയ്യുന്നതാണ്. മെയിൻ എക്സാം സ്ട്രക്ചർ: general or financial awareness, general English, quantitative aptitude, reasoning ability, computer aptitude. There will be negative mark for wrong answer in objective test. 1/4 of the mark assigned for question will be deducted for each wrong answer. മെയിൻ എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം മീഡിയത്തിലായിരിക്കും എക്സാമിനേഷൻ. ടെസ്റ്റ് ഫോർ സ്പെസിഫൈഡ് ഓപ്റ്റഡ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഡ്യൂസ് 10th 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് കൊടുക്കണം. ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. Thanks for watching my video. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ചാനൽ എത്തിക്കുന്നതിനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching.